ഞാൻ പറയട്ടെ, ഞങ്ങൾ മാളിൽ പോയി ബുക്കുകളൊക്കെ വായിച്ചു. രാവിലെ 8:45 ഇന്നലെ 5:30 കിടന്നുറങ്ങി ഞങ്ങള്. രാവിലെ 8:45 ബുക്ക് വായിക്കും. നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറാ? അല്ല, നല്ല ഞാൻ പറയട്ടെ, ക്ലാസ്സിലാക്കൊക്കെ ബുക്ക് വാങ്ങണ്ടേ. അതിന് ഞങ്ങള് ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക് പോയി, പിന്നെ ഫ്രഞ്ച് ബുക്ക് പോയി, അങ്ങനെ ഓരോരോ ബുക്കുകൾ എടുത്ത് വായിച്ചു. ഷാനൊക്കെ വരണുള്ളൂ. ഷാനൂനൊക്കെ വരാനുള്ള വണ്ടിന്റെ ചാവിയായിട്ട് കേറിക്കണ്ട്. ആ പോണ് വേമ്പാ അവിടെ വീണോ? ബാഗ് നമുക്ക് തപാല് വഴി വരുത്തിക്കാം. ഇരിക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതാ പരിപാടിക്ക് പോവാണ്. എല്ലാരും കട്ടാണ് കേട്ടോ. എല്ലാരും ഇന്നലെ ലേറ്റായി വന്ന് ലേറ്റായി ഉറങ്ങി. ഞാനാണ് റെക്കോർഡിങ് കഴിഞ്ഞിട്ടാണ് ഉറങ്ങണത്. നത്യ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഇരുന്ന നത്തനെ അറിയില്ലേ? അത് ശരി. ആ, പോണ വയ്ക്കുന്ന നത്തും കയറാണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ നൈസ ഇവിടെ ഉള്ള ഒരാളാ. പരിപാടിക്ക് കൊണ്ടുപോവാണ് നമ്മള്. പാട്ടോടും. പാട്ട് ഡാൻസ് പരിപാടി കേട്ട് ഇങ്ങനെ ഇവന്റ് മാനേജ്മെന്റ്, ഡാൻസ് മാനേജ്മെന്റ്. എപ്പോ? ഇന്ന് വാങ്ങിയ ഇതിന് പറഞ്ഞ് ഞാൻ ഡ്രസ് എടുക്കണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ഷർട്ട് പാൻ ഇട്ട് നോക്കി. ബംഗാളിക്കാണെങ്കിൽ തലപ്പരാന്ന് എങ്ങോട്ടേക്കും പോടാ, ഡ്രസ് എടുത്ത് പോടാറേ. ഒരു രസമുണ്ട്. എടാ നോക്കട്ടെ. അതേ ആൾക്കാരെത്തുന്ന ഉറപ്പല്ലേ പരിപാടിക്ക്? പിന്നെ പരിപാടി വെച്ച ആൾക്കാർ വരില്ലേ? അത് ശരി. സ്വന്തം കട ആകുമ്പോ നിങ്ങള് നേരത്തെ നീക്കട്ടെ. സ്വന്തം കട ആകുമ്പോ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മള് രാവിലെ വെച്ച തന്നെ അങ്ങനെ എല്ലാരും നീച്ച് വരാതെ കാരാണ് സൂപ്പറായിട്ട് വ്ളോഗ് എടുക്കാനാ. ഞാൻ നല്ല 3 മണി 4 മണിക്ക് പാട്ട് 2 പാട്ട് റെക്കോർഡ് ചെയ്ത്. ഞാനെന്തോ നിങ്ങളെ ഡ്രസ്സൊക്കെ കൊടുന്നു ഇങ്ങോട്ടൊക്കെ. നിങ്ങളെ ഡ്രസ്സൊക്കെ കൊടുന്നു. പക്ഷെ റൂമിൽ എത്തിയപ്പോഴോ പാന്റില്ല. എനിക്ക് പറ്റിയ പാന്റ് കൊടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. ആകെ മൂഞ്ചി വൻ ബാഡ്. റൂമിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത്. അവിടെ കുറ്റമറച്ചൊക്കെയാണ്. അപ്പൊ നമ്മള് ഗൈസ് രാവിലെ തന്നെ റെഡിയായി നമ്മളെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ രാവിലത്തെ നമ്മളെ ഇന്നലെ ഇങ്ങോട്ട് വന്ന ജേണി വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കണം. സോ കൊച്ചിയിലെ നഗരവീതിയിലൂടെ ഉച്ചവെയിലത്ത് ഞങ്ങളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിലേക്ക്. ഏതാനും ദൂരം മാത്രം. എന്തായാലും ഈച്ചുവിനെ കേട്ടോ ഡ്രൈവർ, ഫുൾ ടൈം ഡ്രൈവർ. പിന്നെ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് KP-നെ കാണാം. ഇവിടെ കെൻസിനെയും റിനാനെയും കാണാം. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇഫ്ര, നൂറ, നൈസ അവർകളെ കാണാം. എല്ലാവരും സ്റ്റൈലാക്കി രാവിലെ തന്നെ ഉദ്ഘാടനത്തിന്റെ സ്റ്റൈലൊക്കെ ബല പിടിച്ചിരിക്കണത്. ഇന്റെ പേടിയാണ് ഉദ്ഘാടനം ചെയ്യണമെങ്കിലും ഓലപ്പൊടി ഉദ്ഘാടനം ചെയ്യണ പോലെയാണ് ഓലൊക്കെ എല്ലാവരും വന്നിട്ടുള്ളത്. ഞാനൊരു തേക്കാത്ത ഷർട്ടും എണ്ണക്കാത്ത മുടിയായിട്ട് ഇറങ്ങി. ഞാൻ സ്റ്റൈല് പിടിക്കല്ല തീരെ. ഉള്ള സ്റ്റൈല് മതി. സ്റ്റൈൽ കൊണ്ട് കാര്യമില്ല. കുളിച്ചു. ഇവിടെ ലെഫ്റ്റ് തിരിയണോ? സുഹൃത്തുക്കളെ നത്തിനെ പരിചയപ്പെടുത്തി തരട്ടെ എല്ലാവർക്കും. ഇപ്പൊ ഷിഫാസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ബൗൺസേഴ്സിനോട് വിന്യസിച്ചിരിക്കാൻ പറയും. ഉണ്ടാവുമ്പോ എന്തിനാ വേറെ ബൗൺസർ? അല്ല പിന്നെ KP ലാപ്പ് ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഉണ്ട്. സ്റ്റാർലൈറ്റ്. ഹലോ, സ്റ്റാർലൈറ്റ് ഇവിടെ നോ പാർക്കിംഗ് കേട്ടോ ഇവിടെ. നീല ലോറിയോ? ഓപ്പോസിറ്റ് ചാടാൻ പറയും. അവിടെ നിൽക്കണ്ടോ? വരുന്നുണ്ട്.
ഈ വണ്ടിയിലാണ് വരുന്നത് പറയും. എടാ ഹലോ വായോ വായോ. നിർത്തി കൊടുത്തളാ. പൂച്ചനെ പേടിക്കണല്ലേ നത്ത്. പേര് സത്യത്തിൽ തന്നെയാണ്. ഇപ്പൊ ഒന്നും വിളിക്കണ്ട, മോനെ വിളിച്ചാൽ മതി എല്ലാരും. അജയ് ദേവ്ഗൺ എന്ന് വിളിച്ചാൽ മതി. എടാ തുറന്നു കൊടുക്കടാ. ബോസേ അങ്ങനെ ഇതാ നമ്മുടെ പരിപാടികൾക്ക് വേണ്ടിട്ട്. ഹായ്, എവിടെ ഫുൾ കോസ്റ്റ്യൂമിലാണല്ലോ. അല്ല SBK നീച്ചിക്കണോ ആണോ? അയ്യോ, ഇന്ന് അടിയന്തരം നടക്കും. ആരുടെ? നമ്മളെന്നെ. അത് എനിക്കും അറിയില്ല. ഞാൻ സ്റ്റുഡിയോയിൽ കയറിയപ്പോല്ലേ എനിക്ക് നല്ല വേദന ഉണ്ട്. എടാ സത്യം നല്ല വേദനയുണ്ട്. ഇവിടെ കയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇയാൾ സാധിക്കുന്നോട് പറഞ്ഞു, എനിക്ക് ഇയാൾക്ക് ഭയങ്കര റിസ്ക് ഉണ്ട്, വേർഡ്സ് സ്പെല്ല് ചെയ്യാൻ കഴിയില്ല കറക്റ്റ്, ഫുള്ള് പ്രൊണൗൺസിയേഷൻ ആവും വരികയെന്ന് പറഞ്ഞു. അതന്നെ പ്രൊണൗൺസിയേഷൻ ആ കേട്ടോ. ആ ഡി കയറി ആളാമെന്നോ പ്രൊണൗൺസിയേഷന് തെറ്റെന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റുഡിയോ കയറി ആദ്യത്തെ 2 ലൈൻ പാടിയപ്പോൾ ഞാൻ കുറച്ച് കോൺഷ്യസ് ആയി. പിന്നെ ഇങ്ങനെ പാടി പിന്നെ എനിക്ക് ടൈം വരുന്നില്ല, അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു ടൈം വരുന്നില്ല. ആടോ 2 പാട്ട് പാടി പോന്നെ ദൈവമുണ്ട്. ആ സെറ്റല്ലേ? ഇതെത്താനായി. അധികം ടൈം ഒന്നും ലേറ്റ് ആയിട്ടില്ലല്ലോ. ചെറിയ ലൈവല്ലേ ലേറ്റ് ആയിട്ടു. ഏറ്റവും ബാക്ക് ആരാണ്? ഇത് ഞാനിവിടെ ഇത്രയും മാറ്റി നിന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ല. ഇയും ബാസുകളെ നേരം വൈകിച്ചത് DC ബുക്ക്. എടാ ഒരു ഉദ്ഘാടനത്തിന് എന്താണോ രാവിലെ 8:30 ബുക്ക് വായിക്കാൻ പോലെ നിങ്ങൾ എന്ത് ഇതിലാ നടക്കണ? നമ്മളൊരു ഉദ്ഘാടനത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേക്കാം. ഇവലൊക്കെ രാവിലെ 8:30 പുസ്തകം വായിക്കാൻ വയ്ക്കാം. എടാ പൊറാട്ടി ബീഫ് തിന്നാൻ പോണേ നമുക്ക്. സത്യമായിട്ട് പറയണല്ലോ, ഞങ്ങളിങ്ങനെ ചായ കുടിച്ചേക്കുന്നു, കുറച്ച് ചായ കുടിച്ചേക്കുന്നു. അതിൽ ബാസിലിനൊരു പോതി ഒരു ഓഫർ ഉണ്ട്. പെട്ടെന്ന് 1500 രൂപയ്ക്ക് ഒരു പെട്ടി ബുക്ക് കിട്ടുന്നു ഉബ്രമാളിന്ന്. പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞു വായിക്കാനുള്ള ബുക്ക്. അവിടെ പോയപ്പോഴാണ് അറിഞ്ഞു ഫുൾ ഇംഗ്ലീഷ് ബുക്കേ കിട്ടുള്ളൂ, മലയാളം ബുക്ക് കിട്ടൂല, ഇംഗ്ലീഷ് ബുക്ക് മാത്രമേ കിട്ടുള്ളൂ. വില്യംസ് ആരാണ്? സ്പേസിലോ അയാള് എത്ര കാലം? ഒരു വർഷത്തിലേറെ. അങ്ങനെയുള്ളൂ. അതായത് അവിടെ പോയപ്പോൾ ഇംഗ്ലീഷ് ബുക്ക് മാത്രമേ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ വാസിലിന് പക്ഷെ പോണ വഴിക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഒരാൾക്ക്. പല ശബ്ദത്തിൽ പല മോഡുലേഷനിൽ. മനസ്സിലായി. നിങ്ങൾ എവിടെയുള്ളത്, എങ്ങനെയൊന്ന് കാണാൻ പറ്റുക? ഒരു പ്രശ്നമല്ല, കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അല്ല അവിടെ സംഭവം അത് അവിടത്തെ പർപ്പിൾ അത്രയും അറിയുള്ളൂ. അതിപ്പോ എന്താ ഫ്രണ്ട് ഓല് എനിക്കറിയില്ല. ഓരോ ടീം ഇവിടെ എത്തിക്കണ കാണാൻ വിളിച്ചേ. ഒരു ശല്യം പോലെയൊക്കെ മോളെ വാറിൽ എല്ലാരും വരുത്തിച്ചിട്ടേ ഇവിടെ ഓരോ ടീം ഇങ്ങോട്ട് വരും പരിപാടിന്റെ ടൈം ആകുമ്പോ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യാന്നൊക്കെ. വാട്സപ്പില് ഐ ആം കമ്മിങ് 5 minutes away, ഐ ആം കമ്മിങ്, ലൈവ് ലൊക്കേഷൻ അയക്കട്ടെ എന്നൊക്കെ. നമ്മളൊക്കെ കുറച്ചോ ചെറിയ രീതിയിൽ ഇജാവുമ്പേന് നമ്മളൊക്കെ പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്ക് ഒരു അതിർപ്പ് ഉണ്ടാവില്ല. ഞങ്ങളെ സ്റ്റേജിലാവും ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ. സ്റ്റേജിൽ എന്താ പണി? സ്റ്റേജ് ഇട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ലാപ്ടോപ്പിൽ പാട്ട് വെച്ചിരുന്നു. ഒച്ചയൊന്നും ഇല്ല കേട്ടോ, നല്ല റെക്കോർഡ് ചെയ്യാൻ ഒച്ചുള്ളൂ. ഇന്നൊക്കെ ഉള്ള ഒച്ചല്ല. ചത്ത പൊറാട്ടെ അങ്ങനെ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടേ.
മണ്ണും മിന്നും നത്ത് സാർ ഏത് പാടാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്ന് ഈച്ചാണ് അവിടുന്ന് ആശാന്റെ. ആ ഓക്കെ ഓക്കെ. KP പാടലുണ്ടോ ഇത പാട്ട്? ഇത പാട്ട് ചിറകെ ചിറകെ നമ്മൾ അല്ലേ? എടാ എടാ ഈ വണ്ടിയിലെ പോണേ. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. ബേഡായല്ലോ. എടാ ഞമ്മള് മാത്രം വെയിലത്ത്, ബാക്കി എല്ലാരും തളലത്ത്. ആ സർവീസ് റോഡ് ഇപ്പൊ അങ്ങനെ കാട്ടാളെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. എനിക്കറിയില്ല. അപ്പൊ ചെന്നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ഇല്ലില്ല, അവള് കയാലും ഉദ്ഘാടനം ചെയ്തല്ലേ. എല്ലാരും വെയിറ്റ് ചെയ്യാലേ, വെറുതെ എങ്ങനെ വിളിച്ച്. അയ്യോ പോലീസുകാരെ കണ്ടോ ഈ? എടാ അതിന്റെ മുന്നിലായിട്ട് അല്ല, വീടിന്റെ തൊട്ട് മുന്നിൽ എടുക്കണ്ട ടീച്ചോ, സൈഡിലെവിടെയും ഇടട്ടോ. ഫാത്തിമേ ഇവിടെ തന്നെ വൈറ്റിലെ ഗോൾഡ് സൂക്കിന്റെ അടുത്ത് തന്നെ. ഷോപ്പിന്റെ തൊട്ടിപ്പുറത്തൊരു ഏരിയ ഉണ്ട് ടീച്ചോ. അല്ലല്ല, അത് ആ സൈഡ് അല്ലേ? റൈറ്റ് സൈഡ്. ജിമ്മയുടെ ക്യാമറ ഉണ്ട് കേട്ടോ. അയ്യോ ഇതേനി ഞാൻ പറഞ്ഞേ. ആ ഇവിടെ അങ്ങനെ സൈഡ് ആയിക്കോ. വല്ലാത്ത എൻട്രി അല്ലോ അങ്ങോട്ട് നോക്ക്. അയ്യോ ആ നത്തുവാ. ലാപ്പ് ബ്രോ. ഹായ് ഹായ് ബ്രോ. ഹായ് ഹായ്. പ്ലീസ് പ്ലീസ് ബർവാ ചേട്ടാ ഇവിടെ ഇരിക്കണം. ഹായ് വളരെയധികം എല്ലാവരും കാത്തിരിക്കുന്നതിന് വേദിക്ക് പോലും.
സിനിമയുടെ ഒരു പാർട്ടാണ്. എന്താ നേരത്തെ പറഞ്ഞത്, ഈ ബുദ്ധിയുടെ വായു എന്ന് പറയുന്നത് സ്പെഷ്യൽ എന്ന് പറയുന്നത് I can feel that music feeling ഇല്ലേ. So നമുക്ക് ചോദിക്കാം, എല്ലാവർക്കും നമസ്കാരം. ആകെ നേരെ വഹിച്ചത് എങ്ങോട്ടോ രാവിലെ തന്നെ നീച്ച് എങ്ങോട്ടോ പോയി ക്ലാസ്സിലും അങ്ങനെ പോകുന്ന വഴിക്ക് ഷാനൂരും ഇവർക്കും വരാൻ വണ്ടിന്റെ കീ പോക്കറ്റിലിട്ടാണ് ബാക്കിയുള്ള പോകുന്നത്. സോ അതാണ് കുറച്ച് ലേറ്റ് ആയത്, ക്ഷമിക്കണം. അപ്പോ ഒരുപാട് സന്തോഷം. കാരണം വലിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്, വലിയൊരു സന്ദർഭത്തിന്റെ തുടക്കമാണെന്ന് ആക്ച്വലി ഞാനും ബീരും ചെറുതായിട്ടുള്ളൊരു പ്ലാനിടുന്ന സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇതിങ്ങനെ ഒരു ദിവസം സെറ്റ് ആവും, ഇത്രയും അടിപൊളിയായിട്ട് വരും എന്നുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. സോ അതന്നെ നമ്മുടെ ഈ മനോഹരമായ കുട്ടി നമ്മളിലേക്ക് എത്തിച്ചതിന് പുറകിൽ ഒരുപാട് ബാക്ക്ബോൺസ് ഉണ്ടാകും. ഒരു ബാക്ക്ബോൺ എന്ന് പറയാം, നൽകേണ്ടതുണ്ട്. നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പേഴ്സൺ ഉണ്ട്. നമുക്ക് ദിവസമാണ് തന്നെ ചോദിക്കാം. സോ ഞാൻ പറഞ്ഞ കൊച്ചിൽ ഒരുപാട് ബുട്ടിക്സ് ഉണ്ട് അല്ലെ, എവിടെ നോക്കിയാലും ബുട്ടിക്സ് ആണ്. സോ എന്തുകൊണ്ടാണ് കുഞ്ഞാണ് സ്പെഷ്യൽ ആവുന്നത്? എന്താ വിശേഷം? എന്തായിരിക്കും നിങ്ങൾ പറയും, എന്താണോ പ്രാർത്ഥിക്കുന്നത്? ഇതിന്റെ കൂടെ 2 പാട്ടുകാരും കൂടി ഉണ്ട്. എല്ലാവരും പാടാം, എല്ലാവരും പാട്ട് വിളിക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് കൂടെ വന്നിട്ടുണ്ട്, അവരെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് എല്ലാവർക്കും പരിചയമാണ്, കാരണം ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളെ കുറിച്ച് തന്നെയാണ് അല്ലെ. തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നമുക്ക് സ്പെഷ്യൽ എൻട്രി കൂടെ ഗസ്റ്റ് എൻട്രി കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ പേഴ്സണാലിറ്റീസ് ഓഫ് ദ പില്ലേഴ്സ് നമ്മൾ ബ്യൂട്ടിഫുൾ വോയിസിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. So alright, so once again welcoming the Russian Revolution, ladies and gentlemen. So നമുക്ക് ആ ഒരു മനോഹരമായ സോ ഇതിന്റെ മൂന്നാമത്തെ ഈ ഒരു സമയത്ത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മുത്തുമേനെ കൂടെ ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യുകയാണ് സ്നേഹപൂർവ്വം. സോ
എല്ലാവരെയും കാണാൻ എല്ലാവരും ഉള്ളിലൊക്കെ കയറി എല്ലാവർക്കും ഫോട്ടോസ് ഒക്കെ എടുക്കണ്ട. ഈ ചൂടത്തുനിന്ന് കുറച്ച് കഴിഞ്ഞ് മാറിയിട്ടുള്ളത് എല്ലാവർക്കും കയറാൻ എല്ലാവരും ഉള്ളിൽ വിസിറ്റ് ചെയ്യണം. ബാസില് 2 വർഷം സംസാരിക്കണേ, ബാസിനെ ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നേരെ നീ ഒരാള് മാത്രം. കളമശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ജമാൽ മണക്കടം വന്നിട്ടുണ്ട് സ്റ്റേജിൽ എത്തി. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഷോപ്പിന് പിന്നാലെയാണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനോടും കസിൻസിനോടും ഫാമിലിയോടൊക്കെ പറയാം, ഷോപ്പിനെ കുറിച്ച് എല്ലാവരോടും വരാൻ പറയാം. ഇനി സെലിബ്രേഷൻസ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പ് സജസ്റ്റ് ചെയ്യുക. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. 3 പേരുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ജമാൽ സാറിനെ സ്നേഹത്തോടെ നമുക്ക് ഈ നിമിഷം സ്വാഗതം ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു പേര് കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിന്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്യാം. നമ്മൾ ഓരോരുത്തരും കാണുന്ന ഈ ബൊട്ടീക്കിന്റെ ആ ഒരു ബാക്കിൽ പ്രവർത്തിച്ചത് അവരെ കൂടി സ്വാഗതം ചെയ്യുകയാണെങ്കിൽ നിമിഷം ലേഖനം എടാ എന്താ പരിപാടി ഇപ്പോ? അൺവീലിംഗ് ഉണ്ട്. സ്വാഗതം ചെയ്യാണ്. സുഹൃത്തുക്കളെ തുറന്നിട്ട് ഇതിഹാസം സൃഷ്ടിക്കാൻ പോവുകയാണ്. സോ ഈ റിബൺ കട്ടിങ്ങിന് ശേഷമായിരിക്കും നമ്മുടെ വാർഡ്രോബ് നമ്മുടെ കളക്ഷൻസ് കാണാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ഷാഡോടെ സമയം എടുക്കാം. So ladies and gentlemen, now is the time to see നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗിലേക്ക് പോവുകയാണ്. റിബൺ കട്ടിങ്ങിലേക്ക് പോകുമ്പോൾ എല്ലാ പില്ലേഴ്സും എല്ലാ ഡിറ്റക്ടീവ്സും നമ്മുടെ കൂടെ ഓൾറെഡി ഉണ്ട്. അതോടൊപ്പം തന്നെ ദീദാർ ശേഷമായിരിക്കും നമ്മുടെ പോവുകയാണ്.
അല്ല 2,500 മുതലുണ്ടോ? എട്ട് ലക്ഷത്തിന് മുതലാണിത്. 12 ലക്ഷം മതിടാ, എനിക്ക് ഇല്ല അത് തരൂല, എന്തടിനാ ഇല്ല തരൂല. അപ്പോ ഇവിടുത്തെ ഫസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞ ബാസില് നശ്വക്ക് സാരി മേടിക്കുന്നുണ്ട്. അല്ല ബാസില? അല്ല അല്ല പ്രീമിയം കളക്ഷൻ ഫസ്റ്റ് സെയിൽ അല്ലേ? അല്ലേ? അപ്പോ ഫസ്റ്റ് കളക്ഷൻ ഫസ്റ്റ് പർച്ചേസ് വീട്ടിൽ കണ്ടോണ്ടി ബ്ലോഗിലുണ്ടോണ്ടി പ്രീമിയം 1.5 ലക്ഷം രൂപ സാരി സ്വർണ്ണം പതിപ്പിച്ച സാരി. അപ്പൊ അതിന്റെ എങ്ങനെ വെച്ചാല് പിന്നെ സ്വർണത്തിന് വില കൂടിയനുസരിച്ച് നൂലൊക്കെ സ്വർണ്ണാണ്. അപ്പൊ അതാണ് മേടിച്ചിരിക്കണെന്നാ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കണ്ടെങ്കിൽ ചോദിക്ക, ഇക്കാനോട് ചോദിക്ക. അപ്പൊ ചോദിക്ക, കണ്ടോ നോക്കി കണ്ടോ എങ്ങനെയുണ്ട്? ഒന്നും പറയല, അടിപൊളി അടിപൊളി. എറണാകുളം ഭാഗത്തില്ലൊന്നല്ല, എല്ലാത്തവർക്കും വേണമെങ്കിൽ അവിടെ നിന്ന് വരാം. നിങ്ങളെ സെലിബ്രേഷൻസിന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പൊ നമ്മളെ ഷോപ്പ് എല്ലാവരും ഒരു വട്ടെങ്കിലും വന്നുകൊണ്ട് എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്യുക. ഒരു വട്ടങ്ങൾ വിസിറ്റ് ചെയ്താൽ എന്തെല്ലാം രണ്ടാമട്ടോ നിങ്ങൾ വിസിറ്റ് ചെയ്യും. ഷാനിമായി കൊടുക്കാം കാര്യങ്ങളൊക്കെ വാസിൽ പറയാലോ. ജിമ്മയൊക്കെ ഇത് കണ്ടു കണ്ടേ പേയ്മെന്റ് എങ്ങനെ ക്യാഷാണോ ക്യാഷിന്റെ കാണില്ല. അപ്പൊ സുഹൃത്തുക്കളായിട്ട് ഒന്നുമില്ല കേട്ടോ, ലക്ഷ്മണോട് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. സീലടിക്കട്ടാ ഡൽഹി. അപ്പോ അപ്പൊ നമുക്ക് പോയി വെക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, കൊച്ചിയിലെ ഉച്ചവെയിൽ സമയത്ത് നമ്മളെ കൂടെ കൊച്ചിയിലെ ഡോൺ നമ്മുടെ സ്വന്തം ഷിഫാസ് നമ്മളെ കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഷിഫാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലേറ്റായിട്ട് കിട്ടിയ, വളരെ നേരം വൈകി കിട്ടിയ ഒരു കൂട്ടുകാരെ ഗണത്തിൽ ഞാൻ കൂട്ടുന്ന ഒരു വ്യക്തിയാണ്. കാട്ടാളൻ ഷൂട്ടിൻ്റെ ടൈമിൽ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ ക്യാരവാനിൽ 24 hours ചിലവഴിക്കാൻ എനിക്ക് ഷിഫാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 12 hours ഉണ്ടായിരുന്നു, അതിൽ 24 hours നമ്മളായിരുന്നു അത് ഷൂട്ടിൽ. അപ്പോൾ അനാൻ്റെ ഒരു വ്ളോഗിൽ വന്നല്ലോ ഞാൻ, മറ്റേ വീഡിയോ കോൾ ചെയ്തത്. അതിൽ വന്ന് അത് കണ്ടിട്ട് രണ്ടാൾക്കാർ എന്നിട്ട് ഫോട്ടോ എടുത്തു. സത്യം, രണ്ടാൾ ഫോട്ടോ എടുത്ത്, രണ്ടാൾക്കാർ വീഡിയോ കണ്ട് പറഞ്ഞിട്ട്. പക്ഷെ വേറെ 3 ആൾക്കാർ ഫോട്ടോ എടുത്ത്. അവർക്ക് എന്താ കാര്യം മനസ്സിലായില്ല. അവർ വിചാരിച്ചു ഇത് എന്തോ വലിയ ആളാന്ന് വിചാരിച്ച് അങ്ങനെ 3 ആൾ ഫോട്ടോ എടുത്ത്. എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു പേരെന്താ, എന്താ ചെയ്യണത്, ഇവരൊക്കെ എന്തിനാ ഫോട്ടോ എടുക്കണ ചോദിച്ചു. അത് ഞാൻ ബാക്കി പൊളിച്ച് പൊടിച്ചെന്ന് ഇനി നാളെ കാണാൻ വയ്യ. ഷിഫാസ് പാവാണ്ടോ, നമ്മളെ ട്രെയിനറാണ്. നമ്മുടെ ജിമ്മിന്റെ പേരെന്താ? നമ്മുടെ ജിമ്മിന്റെ പേര് പ്രൊമോഷനാ, ഷിഫാസ് തന്നാ മതി. ഷിഫാസ്. അപ്പൊ ഷിഫാസ് തന്നെയാണ് ജിമ്മിന് പേരൊന്നുമില്ല. നമ്മളിവിടെ ഉണ്ടാവും, ഇനി അനാന്റെ കൂടെ ഉണ്ടാവും. അനാന്റെ വീഡിയോസ് റീച്ച് കൂട്ടാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട്.
ഷിഫാസ് വരുന്നു നിലമ്പൂരിലേക്ക് 10:10 ഓടി. ഞാൻ ഷിഫാസിനെ പരിചയപ്പെട്ട അന്ന് മുതലേ ഷിഫാസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നോമ്പിന് ആദ്യത്തെ 10-ലോ 2ാമത്തെ 10-ലോ അല്ലെങ്കിൽ 3ാമത്തെ 10-ലോ ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നമ്മളെ കൂടെ ചെലവഴിക്കാൻ വീട്ടിലേക്ക് വരണം എന്നുള്ളത്. അപ്പം ഇപ്പൊ അന്ന് വന്നു പോയ പോലെ വീഡിയോ കോൾ വന്നു പോയ പോലെ 4K ദൃശ്യ മികവില് ആൾക്കാരുടെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മറ്റേത് നോക്കിയിട്ടുണ്ട്, മറ്റേ ബ്ലൂടിക്ക് അതൊക്കെ ആ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പൊ പരിപാടി ചെലവാണ്. മാസം 700 പെട്രോൾ പൈസ വേറെ ഗുണം ചെയ്യും. വ്യൂവേഴ്സിന് ഇതിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് നോക്കിയിട്ടാണ്. അപ്പൊ ഷിഫാസ് ചില്ലറക്കാരനല്ല കേട്ടോ. ആലപ്പുഴ ജിങ്കാനയില് ഗണപതിന്റെ അടുത്ത് നിന്ന് അടി വാങ്ങി കൂട്ടിയതിന് ഒരു കണക്കില്ല. അങ്ങനെ അറഞ്ചം പറഞ്ഞ ഗണപതി തല്ലി വിട്ടാ നമുക്ക് ആ സിനിമ ഒരു 0.5 സ്പീഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഞാൻ അത് പടത്തിലുണ്ടാവും. കറക്റ്റ് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഇനി കാട്ടാളനില് ഓരോ ബ്ലർ ഷോട്ടിലും ഞങ്ങള് മരിച്ച കാണികൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യണ്ട നമ്മളെ അടുത്ത് നമ്മളുണ്ട്. അല്ലാതെ ട്വിസ്റ്റ് ആണ് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ട്വിസ്റ്റ്. നമ്മളെ ട്വിസ്റ്റ് പറഞ്ഞു കൊടുത്തല്ലേ, സെക്കൻഡ് പാർട്ടിലേക്കുള്ള ട്വിസ്റ്റ് ആണ് ഞാൻ. അതുകൊണ്ടാണ് എന്റെ ഈ പടത്തിലധികം കാണിക്കാത്തത്. സെക്കൻഡ് പാർട്ടിലാണ് മെയിൻ റോൾ എന്നൊക്കെ. പക്ഷെ പടത്തിന് സെക്കൻഡ് പാർട്ടില്ല പടത്തിന്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിന്റെ പൈസ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും 5 സാരി നമ്മളെ കൂടെ ചെലവഴിക്കാൻ വരൂലേ? തീർച്ചയായും ഉണ്ടാവും. ഞാൻ ദീനിന്റെ വക്കിലാണ്, ദീനിന്റെ പാതയിലാണ്. എന്തായാലും വരും തീർച്ചയായും. അപ്പൊ ആദ്യത്തെ 10-ല് 5 ദിവസം ഇൻസ്റ്റാഗ്രാം പേജ് എടുത്താ എന്തിനാ? ഇൻസ്റ്റാഗ്രാം പേജ് എടുക്ക് അത് മെസ്സേജ് അല്ല. അപ്പൊ ഷിഫാസ് ഇങ്ങനെ ഇവിടെ പടായിട്ട് ഇരിക്കുമ്പോ ആൾക്കാർ കരുതും അങ്ങനെ ഇതെങ്ങനെ പടായിട്ട് നടക്കുന്ന ആളാണ്. അങ്ങനത്തെ ആളല്ല. അപ്പം ഇതാ രജിഷ വിജയനെ, ഇങ്ങനെയുള്ള രജിഷ വിജയനെ ഈ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്ന ആരറിയോ? ഷിഫാസാണ്. ഇനി ലുക്കുമാൻ ഈ ലുക്കിന്ന് ജിങ്കാനയിലെ 6 പാക്ക് ലുക്കിലേക്ക് കൊണ്ടുവന്നത് ഷിഫാസ്. സന്ദീപിനെ ഈ ലുക്കിൽ നിന്നും ഈ ലുക്കിലേക്ക് കൊണ്ടുവന്നത് ഷിഫാസ്. ഗ്രേസ് ആന്റണീനെ ഈ ലുക്കിൽ നിന്നും ഈ ലുക്കിലേക്ക് കൊണ്ടുവന്നത് ഷിഫാസ്. ഗണപതിനെ ഈ ലുക്കിലേക്ക് ആക്കിയത് ഷിഫാസ്. നടിമാരുടെ കൂടെ ഷിഫാസ്, ഹിപ്സ്റ്ററിന്റെ കൂടെ ഷിഫാസ്. ഫുള്ള് നടിമാരപ്പാ, ഫുള്ള് നടിമാരപ്പാ. നമ്മള് ഫസ്റ്റ് ഹായ് കുറേ നാളായി കാണണം ഹായ് ഷിഫാസ്. ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞു കൊടുക്കാം. അപ്പം ഇത്രയും ആൾക്കാരെ ട്രെയിൻ ചെയ്ത ആളാണ്. ഇവന്റെ ഈ തൊള്ള കേട്ടാ പറയില്ല, പക്ഷെ സ്കില്ലുണ്ട്. അപ്പൊ കേട്ടോ, ഓൺലൈൻ ട്രെയിനിങ് ആർക്കെങ്കിലും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ അലി ഷിഫാസ് VS ഈ ഐഡിക്ക് മെസ്സേജ് അയക്കുക. സിനിമ നടിമാരെ മെരുക്കി ഫാറ്റ് ലോസ് ചെയ്യിപ്പിച്ച പോലെ ഏതൊരാളെയും ഫാറ്റ് ലോസ് ചെയ്യിപ്പിക്കാൻ ഷിഫാസ്. ഇതിന്റെ പരിപാടി എന്തുണ്ടെങ്കിലും ഷിഫാസിനെ മെസ്സേജ് അയക്കട്ടെ. അലി ഷിഫാസ്. എല്ലാവരും പേഴ്സണൽ ട്രെയിനിങ്ങും എല്ലാ പരിപാടി എടുക്കണ്ട, ഗ്രൂപ്പ് ട്രെയിനിങ് എല്ലാ പരിപാടിയും ഉണ്ടാവും. അപ്പൊ നോമ്പിന് വരണോ? അതിനാണ് ഞാൻ പറഞ്ഞത്. അനാന്റെ വീട്ടില് 3 ദിവസം അനാന് റീച്ച് കൂട്ടാൻ 5 ദിവസം 5 എന്നെ കെട്ടിച്ച് ഞാൻ കെട്ടിയുള്ളത് ഇപ്പൊ പൊന്നാനിന്നാണ്, നിലമ്പൂരിന്നല്ല. അത്രക്ക് നിക്കാൻ പറ്റുള്ളൂ അവിടെ. പെണ്ണെട്ടി
ഭാര്യ വെട്ടി പോലും ഇത്ര നിന്നിട്ടില്ല. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞുള്ളത് എക്സ്പോസ് ആയിരിക്കുന്നു. ഫീമെയിൽ ഫാൻസ് അപ്പൊ എന്തായാലും ഷിഫാസ് 5 ദിവസം നോൽമ്പ് നമ്മളെ വീട്ടിലേക്ക് വരും പറഞ്ഞിരിക്കണം. അപ്പൊ എന്തായാലും ഷിഫാസിന്റെ വരവിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ് കൂറ്റമ്പാറ ഗ്രാമപ്രദേശം. ഗ്രാമപ്രദേശങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുവാൻ അവൻ എത്തുകയായി ഷിഫാസ്. അപ്പൊ എന്തായാലും എൻ്റെ പ്രകമ്പനത്തിലെ മറ്റേ പ്രമോ സോങ് നല്ല റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പടം സെറ്റായില്ലേ? പടം സെറ്റാണ്. കിടിലം പാടോടോ. കണ്ടിട്ടില്ല, കാണണം. പക്ഷേ അല്ല, അതിലെ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഗണപതിയൊക്കെ വിളിച്ചത് നല്ല റെസ്പോൺസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കൈവച്ചിട്ടുള്ള എല്ലാ പടങ്ങളും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പടത്തിൽ കാട്ടാളനാണ്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇതൂടെ കഴിഞ്ഞാൽ എല്ലാ ആറാമ്പറപ്പും നിർത്തും. ഇനി ദീനിന്റെ പാതയിലാണ് നോമ്പ്. ഒരു മാസം ഞങ്ങള് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുത്താൽ ഇങ്ങനെ പോകും. അപ്പൊ എന്തായാലും ബാക്കി വരുന്ന വിശേഷങ്ങളും കാണാം. റോഷന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്ന വിനീതമായ അഭ്യർത്ഥികൾ പാവം പറയുന്നതിലേക്ക് വെയിറ്റ് ചെയ്യണം. റോഷൻ ഇച്ചിരി ഇൻട്രോയുടെ അതിൽ മാറി നിൽക്കുകയാണ്. അപ്പൊ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. മൊത്തത്തില് ഏതോ ഉത്സവ പറമ്പൊക്കെ നമ്മള് അപ്പോ എങ്ങനെ വെച്ചാൽ എല്ലാം കഴിഞ്ഞു, പ്രശ്നമൊക്കെ കഴിഞ്ഞു. സ്പോർട്സിന് സുഹൃത്തുക്കളെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നേരിയ ഒരു ഫ്രെയിം വരുമ്പോൾ എല്ലാവരും ഞെട്ടും. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഞെട്ടിയിരിക്കുകയാണ്. കാരണം ട്രിപ്പ് അതിന്റെ അവസാന വശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റിനാന്റെ ധീര സാഹസ കഥകളാണ് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കഥ സ്കൂളിൽ ഈ അടുത്ത് നടന്ന ഒരു കാണിക ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറി നമ്മള് നിങ്ങൾക്ക് കഥ ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു എന്റർടൈൻ ചെയ്യാൻ. അങ്ങനല്ല, ഇതെന്തായാലും നടന്ന സംഭവല്ലേ. നടന്ന സംഭവം പിന്നെ പറഞ്ഞിട്ട് നമുക്ക് വരാനൊന്നുമില്ല. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. സത്യത്തില് റീന ഒരു കഥ പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ എന്താ ഇങ്ങനെ ഞാൻ സ്കൂളിൽ പഠിച്ച ടൈമില് അല്ല പ്ലസ് പഠിച്ചാണല്ലോ ഇപ്പൊ അല്ല ലൈസൻസ് കൂടി കിട്ടിയില്ല, പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ സ്പോർട്സിന് ചെറിയ വിഷയം ഉണ്ടായി. അതിലിങ്ങനെ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കേനെ, അതിലൊരു ചങ്ങനെ കളിപ്പിച്ച് ചവിട്ടി ജസ്റ്റ് അങ്ങനെ ജസ്റ്റ് കൈ ഞങ്ങൾ ജസ്റ്റ് അങ്ങനല്ല നമ്മള് ഇങ്ങനെ ചവിട്ടിട്ട് അല്ല ചവിട്ടി അല്ല ജസ്റ്റ് ഇങ്ങനെ കൈ ഇതൊക്കെ ഉണ്ടായി. ലാസ്റ്റ് സാറ് ഇങ്ങനെ വിളിച്ച് രക്ഷിതാക്കളൊക്കെ വരണം, 2 കോംപ്രമൈസ് ആക്കണം. ശരിയാണ്, സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണ്ടേ. നടപടികൾ അങ്ങനെ തന്നെ ആ ഒരു വശത്തിലൂടെയാണ് യാത്ര ചെയ്യുക. അതിൽ സഹകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ അർപ്പിതമായ കർത്തവ്യം. ഡയലോഗ് ഫുള്ള് കണക്ട് ചെയ്ത എന്താണ് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ അതിൽ ലാസ്റ്റ് ഇങ്ങനെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് പിന്നെ വർത്താനം ഉണ്ടായി. ഇങ്ങനെ ജസ്റ്റ് ഫസ്റ്റ് ആരും ഒറ്റടിക്കൊന്നും ഇങ്ങനെ ഈ തരിച്ചിങ്ങനെ ടൈമിൽ കുറച്ച് പാവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എങ്ങനെ ഇപ്പൊ നിങ്ങളൊരു നല്ലൊരു ദേഷ്യം പിടിച്ച ഒരു ഉദാഹരണം, നിങ്ങളിപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളെ തല്ലി, നിങ്ങൾ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിക്കാണേ, ഞാൻ നിങ്ങൾ ഒത്തു തീർപ്പാക്കണമെങ്കിൽ ഒറ്റടിക്കന്നെ ഇപ്പൊ നിങ്ങൾ തല്ലി അപ്പൊ തന്നെ നമുക്ക് കമ്പനിക്കാരനാവാം. അതാവില്ല
ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. അങ്ങനല്ല, നല്ല അടിച്ചു. ഞാൻ നിങ്ങൾ നാലിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഞങ്ങൾ കുത്തിയിട്ടേ. അങ്ങനല്ല, ഒരു ഉദാഹരണം കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞു അങ്ങനൊന്നും ഒരിക്കലും ആവൂല. അപ്പൊ അതിനൊരു ത്രില്ലൊക്കെ ഉണ്ടാവും. ചെറിയ പ്രശ്നമുണ്ട്, ജാഥ വരുന്നുണ്ട്, സംശയമുണ്ട്. അത് കുഴപ്പമില്ല, വേഗം വിട്ടോളി. ഒരിക്കലും കോംപ്രമൈസ് ആവൂല. എന്നിട്ട് ആ ത്രില്ലില് നമ്മള് എങ്ങനെ വെച്ചാ ഒരു പ്രശ്നം ഉണ്ടായ അത് നല്ല ത്രില്ലില് നിങ്ങളെ നോക്കിയിട്ടാണ് പറയണത്. ഇത് കേക്കരുത് കേട്ടോ. എന്താ നിങ്ങള് എത്ര നിലയിലും ഒരു ത്രില്ലിലാണ് എന്ത് വിഷയങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. അത് തല്ലാണെങ്കിലും മരണാണെങ്കിലും വെട്ടാണെങ്കിലും കൂടിപ്പോയി. എന്താ ലാസ്റ്റ് എന്താ ലാസ്റ്റ് ഇങ്ങനെ HM എല്ലാരും പാടെ തീരുമാനം എടുത്താണ്ട് ഞാനും പാടെ തീരുമാനിച്ച സംഭവമാണ് 3 ദിവസം സ്കൂളിൽ നിന്ന് പുറത്താവാം, സസ്പെൻഷൻ. പക്ഷെ എന്താ വെച്ചാല് തിങ്കളാഴ്ച എക്സാം ആണ്. എനിക്ക് സസ്പെൻഷൻ കിട്ടുന്നത് ചൊവ്വാഴ്ചയാണ്. ബുധൻ വ്യാഴം വെള്ളി ഇങ്ങോട്ട് സ്കൂൾക്ക് വരണ്ടാറും. പിന്നെ തിങ്കളാഴ്ച എന്തായാലും വരണല്ലോ. കറക്റ്റ് ടൈമിൽ സസ്പെൻഷൻ കിട്ടുമ്പോ അങ്ങനെ കിട്ടണം. ശനി ഞാനും കൂട്ടി കിട്ടണം. ഇടയിൽ കിട്ടിയാൽ കുറെ ഡേയ്സ് മിസ്സാവും. ഇതെനക്കൊരു ഹാഫ് ഓണം പൂട്ടിട്ടില്ലേ? അങ്ങനല്ല, അന്നൊക്കെ പറഞ്ഞ സ്കൂൾക്ക് പോകണം ഭയങ്കര ഇഷ്ടമാണ്. +2 അല്ലേ? +2 കഴിയാനൊക്കെ മറന്നോ മറന്നോ ലാസ്റ്റ് എന്താട്ടി ഞാനും പാടെ ആ രക്ഷിതാവിന്റെ വിദ്യാർത്ഥിമാരെ എല്ലാരും പാടെ തീരുമാനിച്ച് ഒരു 3 ദിവസം വീട്ടിലിരിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തു. പിന്നെ തിങ്കളാഴ്ച എന്തായാലും വരണം, ആരായാലും എക്സാം. ചെയ്തത് തെറ്റാണെന്നുള്ള വ്യക്തമായ ബോധം മനസ്സിൽ വന്നോണ്ട് തന്നെ 3 ദിവസം സ്വയം സസ്പെൻഷൻ. എങ്ങനെ അറിയോ, ഈ പണ്ടത്തെ പാകിസ്ഥാൻ ഈ തീവ്രവാദികളൊക്കെ എങ്ങനെയാ, അതായത് കുടുങ്ങാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ചാവേറാക്കും. അപ്പൊ അതേപോലെ പൊട്ടിത്തെറിക്കും, സ്വയം പൊട്ടിത്തെറിക്കും. അപ്പൊ സ്വയം പൊട്ടിത്തെറിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ഒരു ആ ദുരന്തത്തിലുണ്ടല്ലോ ഒരാൾ ചാവേറാവില്ല, ഒരു പാകിസ്ഥാന്റെ ആള് ഇല്ലേ? അതേപോലെ. അപ്പം നമ്മൾ പിടിക്കപ്പെടുകയാണെന്ന് കണ്ടാല് ചാവേറാവാൻ പോകും. കേട്ടോ, എന്നുവെച്ചാ തെറ്റ് ചെയ്ത് ഇറങ്ങാൻ പഠിക്കണം. ഞാൻ സ്വയം ഒരു അങ്ങോട്ട് എല്ലാവരും നല്ല രീതിക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു. 3 ദിവസം സസ്പെൻഷൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയല്ല, എല്ലാവരും കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച ഞാൻ എത്തും. എല്ലാരും പാടെ കൂടി തീരുമാനിച്ചേ. പറയട്ടെ, ഞാൻ പറയട്ടെ, ഇത് കഥ സസ്പെൻഷൻ മാത്രം അല്ല, സ്കൂളിലാകുമ്പോ സസ്പെൻഷൻ കിട്ടണം. ഇതൊക്കെ സ്കൂളിന്റെ സസ്പെൻഷനും ഡിസ്മിസലും മറ്റേ കണ്ടണേഷനും ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ സ്കൂൾ ലൈഫിൽ എന്തൊക്കെ ആസ്വദിക്കൊണ്ട് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ സ്കൂൾ ലൈഫിൽ ആസ്വദിക്കേണ്ടത് മെയിൻ ആയിട്ട് സസ്പെൻഷൻ കിട്ടണം. റിലേഷൻ അല്ല, ഇതൊക്കെ വേണം. റിലേഷൻ വേണം. ജിന്ന് എന്താ പറഞ്ഞോ, മനുഷ്യനാകുമ്പോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാമ്പ് അടിച്ചണം. അത് എന്ത് സാധനം പറഞ്ഞത്? പാമ്പ് അടിച്ചണൊക്കെ എക്സ്പീരിയൻസ് എന്താ ഇന്ന പാമ്പ് അടിച്ചിങ്ങനെ, പന്നി കുത്തിക്കണേ, വണ്ടി റോട്ടിൽ കൊണ്ടിരിക്കണേ, ബൈക്ക്. പക്ഷെ ഇതുവരെ ഒക്കെ അൽഹംദുലില്ലാഹ് കഴിച്ചില്ലേക്കണേ. ഇതെന്ന് വെച്ചാലേ മറ്റു രാജ്യങ്ങളിൽ അവൻ ബിയർ ഗ്രിൽസ്, പക്ഷെ ഇന്ത്യയിൽ അത് റിനാൻ ഗ്രിൽസ്. പന്നി കുത്തുക, പാമ്പ് കടിക്കുക, ഫുള്ള് ഡേഞ്ചർ കളികളുണ്ട്. ഇതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, അൽഹംദുലില്ലാഹ്. വണ്ടിമന്ന് വീണേക്കണേ. ഒരു മാസം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യന്മാരെ. ഒരു മാസം അടിവസ്ത്രങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അവ മോട് കുത്തിയാണ് വീണത്. കമ്പനിക്കാരനാ. അതിൽ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ഫുള്ളാക്കി ഒരു കഥ. അപ്പൊ എന്താ അങ്ങനൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ, ഇതൊക്കെ ഒരു ഭാഗമാണ്. സ്കൂൾ ഭാഗം സ്കൂളില് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണ് ഇന്ത്യന്മാരുടെ ഏരിയ എന്താ സ്കൂളാകുമ്പോ +2 ലൈഫാണ്. ഈ വ്ലോഗ് കാണുന്ന +2കാരോടൊക്കെ സ്കൂൾ കഴിയാനായി കുറച്ചൊക്കെ സങ്കടം ഉണ്ടാവും.
അതാ ഞാൻ പറഞ്ഞു വന്നത്. അതല്ലല്ലോ ഇജ്ജ് പറഞ്ഞു വന്നത്. ഇജ്ജ് പറഞ്ഞു വന്നേ മറ്റേതാണല്ലോ. എന്ത് മാസ് ഒന്നരോ സൈഡ് കൂടെ എല്ലാരും ഉണ്ട്. ഞാൻ ഇവിടെ പാൻ ഇന്ത്യൻ മോട്ടറാ പോലെ ചുറ്റും കാണികളുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഗ്രാഫ് ഡെയിലി ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് വെച്ച് കയറുന്നുണ്ട്? ഡെയിലി അൽഹംദുലില്ലാ സോറി 1000 കയറുണ്ട്. ഡെയിലി 1000 സബ്സ്ക്രൈബേഴ്സ് വെച്ച് നമ്മക്കും കൂടി കയറണില്ലെന്ന്. അതെന്തുകൊണ്ടാ? ഈ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ആൾക്കാർ നമ്മളില്ലതാ പറയുന്നത്. സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരാ. ഡെയിലി 1000 ആൾക്കാരുടെ പേരന്റെ മുന്നിൽ വന്നിട്ട് ആലോചിച്ചോ, ആ സീൻ ആലോചിച്ചോ, എത്ര ആളുണ്ടാവും? അതേപോലെ സിമ്പിൾ ആയിട്ട് പറയണ്ടേ, 1000 ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര ആളുണ്ടാവും? തേർട്ടമൽ ഗ്രൗണ്ട് ഫുള്ള് ചെയ്യാനോ? 18 വയസ്സിൽ 18 ആവണതിന് മുന്നേ യൂട്യൂബ് ചാനൽ 100K ആയി. 18 വയസ്സായപ്പോണ്ടല്ലോ എനിക്കൊന്ന് യൂട്യൂബിന് എന്താ അറിയില്ല. നമ്മളങ്ങോട്ടൊന്ന് ചിന്തിച്ചു, നമ്മള് ക്ലാസ്സിനോ എങ്ങനെ ജോലി തിലക്കാവാൻ വേണ്ടി നടക്കുക. യൂട്യൂബ് ഒക്കെ എടുത്തൊക്കെ എന്തിനു കാരണം എന്തൊരു വണ്ടിന്റെ റിവ്യൂ കാണാന്, അല്ലെങ്കിൽ ഫോണിന്റെ റിവ്യൂ കാണാന് ആണ് നമ്മൾ യൂട്യൂബ് എടുക്കുക. സത്യമാണ്. ഞാനൊക്കെ യൂട്യൂബ് അതിന്റെ നിങ്ങളപ്പം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കല്ല. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് ഗുണങ്ങളുണ്ടോ? ജീവിതം മാറിയില്ലേ? ഇപ്പൊ യൂട്യൂബേ നോക്കലുള്ളൂ. ദിവസം 4 ഷോർട്സ് വീതം 3 നേരം അല്ല 4 നേരം അല്ല സത്യങ്ങൾ പറയണം. ആൾക്കാർ കാണുന്നതാണ് ഷോർട്സ് ഇടുന്നത്. കാരണം ഞമ്മത് എന്താ പെരുന്നില്ല പ്രതീക്ഷിച്ചിരിക്കണ കുറെ പേരുണ്ടാവും. അതായത് പിന്നെ എന്താ വെച്ചാൽ നമ്മളില്ലത് ഇടാണ്. ഇതൊക്കെ വരുന്നതാണ്. ഇതിപ്പോ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഷോർട്സ് ഇട്ടിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഷോർട്സ് ഇടും. ഫർസാൻ എന്ന ആക്സിഡന്റ് പറ്റി കിടന്നപ്പോഴാണ് ഷോർട്സ് ഇട്ടത്. അത് ഒരു സന്ദർഭം അല്ല. മറ്റു ആശുപത്രിയില് കാഷ്വാലിറ്റി കിടക്കുക. ഇപ്പം 0.5 ഫ്ലാഷ് ഓൺ ആക്കി വന്നോ. അല്ല ഫസ്റ്റ് ഞാൻ നോക്കിട്ടോ. അല്ല ഫസ്റ്റ് ഞാൻ നോക്കി. അല്ല ഫസ്റ്റ് ദിവസം നമ്മൾ ചെന്നപ്പോ ഇങ്ങനെ ആക്കി. എന്തേ ഓനെ ഫസ്റ്റ് ദിവസം ഇറങ്ങലോ എടുക്ക എങ്ങനെ ഓ റെഡി ആയിട്ട് എടുത്തുക്കണേ. ഓ റെഡി ആയിട്ട് എടുത്തുക്കണേ. ഓ റൂമിൽ ഇരുന്നപ്പോ അങ്ങനെ വല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം ദിവസം 2 വ്ലോഗും 15 ഷോർട്സ് കൊടുത്തു. അല്ല ഞാൻ ഫർസാൻ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ്. ഫർസാനെ പറഞ്ഞിട്ടുണ്ട് എന്താ ആവശ്യം വിളിച്ചോണ്ടി. ഇൻഷുറൻസ് ഉള്ളവൻ എന്താ ആവശ്യം അതുപോലെ അറിയാം. ഇൻഷുറൻസ് ഉള്ളവന് ആവശ്യം വരൂല. ഫർസാനത്ത് ഉണ്ടായിരുന്നു 2 ദിവസം നിംസില്. അപ്പൊ സ്കൂൾ ജീവിതം അവസാനിപ്പിക്കാൻ പോണ +2 വിദ്യാർത്ഥികളോട് എന്താണ് തുടർന്നുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ 2 വാക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ജീവിച്ചു തീർത്ത ജീവിതത്തിന്റെ ഇടയിൽ എന്താണ് 2 വാക്ക് മോട്ടിവേഷൻ കൊടുക്കാനുള്ളത്? +2 കഴിയാനായി വളരെ വളരെ വിഷമമുണ്ട്. ഓനെ സങ്കടത്തിലാക്കാനല്ല പറഞ്ഞത്. എന്താണ് മുന്നോട്ടുള്ള ജീവിതം പറഞ്ഞ കേപ്പിന്റെ കൂടെ ഒന്ന് കയറി പറ്റാൻ നോക്കുന്നുണ്ട്. എന്റെ ജീവിതമല്ല കുതിര. ഞാനെന്നെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കയറി പറ്റാൻ നോക്കിയ തുടർന്ന് എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ ഇതേമാതിരി നടക്കുക, എൻജോയ് ചെയ്ത് നടക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ കുട്ടികൾക്കൊന്നും. എങ്ങനെ 25 വയസ്സ് വരെ ഉണ്ടാവുള്ളൂ നമുക്ക് എന്തിനും എൻജോയ് ചെയ്യാന്. അതന്നെ നിങ്ങളിപ്പോ പയമാരി കിട്ടണില്ലല്ലോ. ഗാലറി നമുക്ക് എതിരാട്ടോ. പണിയെടുക്ക ജീവിക്കാം, പണിയെടുക്കുക ജീവിക്കാം. നമ്മൾ അർഷ പറയണവരെ വണ്ടി വാങ്ങാൻ വെച്ച പൈസക്ക് എന്തോ ചെയ്തു അതൊക്കെയാണ് പുതിയ തലമുറക്ക് ആവശ്യം. വണ്ടി വാങ്ങാൻ എടുത്ത പൈസ നേരെ വീട് പണി കൊടുത്തു. കാരണം നമ്മൾ ഇറങ്ങി വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. പേരും കൂടി നന്നായിട്ട് മതി വണ്ടിയും ഫോണൊക്കെ അല്ലേ.
വണ്ടി വാങ്ങാൻ ഒരു കുട്ടി തൊണ്ടിലുണ്ടായിരുന്നു 450 ഉറുപ്പിക വാപ്പാനെ ഏൽപ്പിച്ചു പറഞ്ഞു. വാപ്പ സിമെന്റ് എങ്കിൽ സിമെന്റ്, ടൈൽസ് എങ്കിൽ ടൈൽസ്. കാരണം എന്തോ വാങ്ങി പണി തുടങ്ങി വാപ്പ. അല്ല എത്ര കൊടുത്തു അത് പറയാൻ പാടില്ല, പൈസന്റെ കണക്ക് നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് മാസം ബിഗ് എമൗണ്ട് 5 ലക്ഷം രൂപയാണ് കൊടുത്തത്. അപ്പോ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോ ഈ പ്രായത്തിൽ തന്നെ വീട്ടുകാരെ സഹായിക്കാൻ പഠിക്കുക, അതുപോലെ തന്നെ +2 വേണ്ടി നല്ല നല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കുക, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, ഇടക്ക് ഹാപ്പി ആക്കുക, നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക, കരയുക, ചിരിക്കുക, ഉറങ്ങുക, കാലും കുത്തി ചാടുക, എല്ലാം ഇതൊക്കെ ജീവിതത്തിലാണ്. ഈച്ചോ ഞാൻ വരട്ടെ, ജീവിതത്തിൽ കേരള ഈസിക്കൽ ടു കേരളം -B, ഡിഗ്രി 0.95.5, 3 ഈസിക്കൽ ടു ഇന്ത്യ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കോഡാണ് ഈ ചുനറി. അപ്പൊ അതൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. വരും തലമുറക്ക് ഏതാനും ഇക്വേഷനുകളാണ് റിനാന് സ്വന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എന്താണ് അത് അറിയണോല് കമന്റ് ചെയ്യാം. പിന്നെ കമന്റ് ചെയ്ത് കൊടുക്കുക അത് എന്താണെന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നമ്മൾ നബീലാണ്. എന്താണ് തരുന്നത് നബീൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് സുഹൃത്തുക്കളെ. അപ്പം തന്റെ ശൂന്യതയിലും ഞാൻ നബീലിനെ വേണ്ടി കണ്ടെത്തിയത്, അസാന്നിധ്യത്തിലും ഞങ്ങളിൽ ഒരുവനായി ജീവിച്ചു പോകുന്ന ഞങ്ങൾ നബീലണ്ണന് വേണ്ടി 2 വാക്ക്. നബീൽ ട്രിപ്പിൽ അതൊരു നല്ല മിസ്സാവുണ്ട് കേട്ടോ. പിന്നെ നബീൽ വരികയാണെങ്കിൽ നമ്മൾ ഈ ബസ്സിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം, ഈ അർബാരിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം നബീലാണ്. കാരണം ഹൈറ്റ് ഇല്ല, തല മുട്ടൂല. ഞമ്മക്ക് കാരണം നടക്കും. തല മുട്ടുണ്ടോ? എവിടെ തലമുട്ടേ? മുടിയല്ലേ? ആണോ? ഞങ്ങൾ ചാടാൻ പറ്റൂല. അതാണ് നമുക്ക് ചാടാൻ പറ്റില്ല. നീളം കൂടിയാലും പ്രശ്നമാണ്, നീളം കൂടിയില്ലേലും പ്രശ്നമാണ്. അതപ്പോ എനിക്ക് തലമുറ കൊടുക്കാനുള്ള മുദ്രാവാക്യം. തലമുറ കൊടുക്കാനുള്ള മുദ്രാവാക്യം ഇത് പറയാനാണ് നിൽക്കണേ. ജീവിതത്തിന് തലമുറകൾ എന്തൊക്കെ കൊടുക്കുക നിങ്ങൾ പറഞ്ഞേ. അപ്പൊ മനസ്സിലായില്ല. എന്തെങ്കിലും ചോദിക്കണ്ടേ? ഹലോ, അടുത്ത ക്വസ്റ്റ്യൻസ്. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, അവസാനിപ്പിക്കുകയാണ്. നമ്മളെ യാത്രകൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താൻ പോകും. ബസ്സിൽ എങ്ങനെ ഒറ്റ വാക്കിൽ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അർബാനി എങ്ങനെ ഉണ്ടെന്ന് പറയാം. വണ്ടർഫുൾ, സൂപ്പർ ആയിരുന്നു. വളരെ കംഫർട്ട് ഡ്രൈവിംഗ് ആയിരുന്നു. യാത്രക്കാരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഒരു തുടക്കം മാത്രമാണ്, ഇനി കൂടുതൽ യാത്രകൾ വരും. ഒരു പ്രചോദനമാവട്ടെ ഞമ്മക്ക് തന്നെ. അടിപൊളി ട്രിപ്പ്. ഇനി പുതിയ വണ്ടി എടുത്ത മുതലായി. എനിക്ക് ഒറ്റ ട്രിപ്പ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്ക് വണ്ടി മുതലായി. എല്ലാവരും ഹാപ്പി. അതായത് ഒരാൾക്കും തലവേദന ഇല്ല, ഒരാൾക്കും പ്രശ്നങ്ങളില്ല, ഒരാൾക്കും വോമിറ്റിംഗ് ടെൻഡൻസി ഇല്ല, ക്ഷീണമല്ല. അതായത് നമ്മൾ കൊച്ചിക്ക് ഇന്നലെ ട്രാവൽ ചെയ്ത് ഇന്നവിടുത്തെ ജസ്റ്റ് ഉറങ്ങി 2 പരിപാടി കൂടി, ഷൂട്ടിനും കൂടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു തന്നെ. നമ്മളിപ്പോഴും ടയേർഡല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി സ്മാർട്ട് ടാക്സി കാരണം കണ്ടിട്ട് വാങ്ങിയത്. കാരണം അത്രയും നമ്മൾ പണിയെടുത്തിട്ടും ഇതിൽ പോരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ക്ഷീണം ഫീൽ ചെയ്യണില്ല. ആൾക്കാരുടെ ചൊറുക്കൊക്കെ വണ്ടി ഞങ്ങളിവിടെ വരാല്ലേ. സാധാരണ വണ്ടിയിൽ വന്നുകൊണ്ട് ഇല്ല സെറ്റ് ചെയ്യാം. അപ്പൊ ബാക്കി പണികളൊക്കെ നമ്മൾ ചെയ്യാൻ പോകാം. അപ്പൊ സൗണ്ട് ഒക്കെ എവിടുന്ന നല്ല ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാവരും ഒന്ന് പറഞ്ഞുതരിക. അപ്പൊ എന്തായാലും ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ആ ഡ്രൈവറുടെ നമ്പർ ഒന്ന് കൂടി തന്നാ. അപ്പം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതല്ലേ 87-144. അപ്പം നമ്മളൊരു ഫുൾ ടൈം ഡ്രൈവറിനെ നോക്കുന്നുണ്ട് കേട്ടോ. 87-144-08-434. ഇതിൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ഡ്രൈവേഴ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ നമ്പറിൽ നിങ്ങളെ പ്രൊഫൈല്, CV, നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ അയച്ചു തരിക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഡ്രൈവറിന് നമ്മൾ ബമ്പർ സമ്മാനം, അതായത് കൂടാനുള്ള ഒരു അവസരം. തെരഞ്ഞെടുക്കാൻ അവസരം
ഇന്റർവ്യൂ ബോർഡിൽ ഒന്നും അപ്പൊ തന്നെ നല്ല ഡ്രൈവർമാരൊന്നും സി വി ഒന്നും പറ്റില്ലടാ. ഒന്നും കാണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ നമ്പർ മസ്റ്റായിട്ടും നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് നല്ല ഡ്രൈവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് മസ്റ്റായിട്ടും പറയാം. അതുപോലെ തന്നെ ഹൈക്കിൻ സ്ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഫിൻ്റെ പേജിലും എൻ്റെ പേജിലൊക്കെ ഫോളോ ചെയ്ത് കാണാൻ പറ്റും. HIKEINS ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മൾ വാഹനത്തിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ട്രിപ്പും ജേർണീസും ഒക്കെ നമ്മൾ കൂടുതലും പോസ്റ്റ് ചെയ്യാതിലായിരിക്കും. സോ മസ്റ്റായിട്ട് നിങ്ങൾ അതും ഫോളോ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് കണ്ടതിനും വ്ളോഗ് ഇഷ്ടപ്പെട്ടതിനും നമ്മളെ കൂടെ ഇന്നത്തെ യാത്രയിലൊരു ഭാരവാഹിയായി കൂടെ നിന്ന ലക്ഷോപലക്ഷം ആൾക്കാർക്ക് ഞങ്ങളുടെ അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൂടിയ എല്ലാ യാത്രക്കാർക്കും നമ്മുടെ നന്ദി. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇനിയും ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടട്ടെ, ആശീർവാദം കിട്ടട്ടെ, ആയുസ് കിട്ടട്ടെ. ആരോഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ യാത്ര കഴിഞ്ഞ് അതിൻ്റെ എന്താ ശൂന്യതയിലെത്തുക എന്തോ പറയില്ലേ, അതിനെന്തോ പറയില്ല അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ. വണ്ടി വരുന്ന സീനൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ വാഹനം വീടിനെ സാക്ഷിയാക്കി ബസ്സിലെ സൈഡൊന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ കറക്റ്റാവും. ഈച്ചുവിനെ അറിയാം. ഈച്ചു വന്ന എക്സ്പീരിയൻസ്ഡായിട്ടോ. മെല്ലെ വാ, നമ്മളൊന്നായിട്ട് കൊട്ടിപ്പറങ്ങി ഒറ്റ വരവ് കാലുമേലോട് കയറ്റി. അതാ നമ്മളെ യാത്രക്ക് ഇന്ന് നമ്മളെ കൂടെ കൂടിയ എല്ലാവരും, മനോഹരമായ യാത്രക്ക് നമ്മളെ കൂടെ കൂടിയ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. ബാ. അപ്പൊ KP, ഈച്ചു, അഫിയ ഇപ്പൊ കയറി ഇമ്മച്ചി, ഇതായിരിക്കുന്നു ഇഫ്ര, കെൻസ്, ലിയ, റിനാന്, നൂറ എല്ലാവരും ഉണ്ട്. മതി ബാസിലെ മതിടാ. സീൻ പാർക്കിംഗാ? എങ്ങനെ പാർക്ക് ചെയ്തിക്കണേ? ആ ചെടിയും വണ്ടി നിൽക്കണോക്ക്. ആ ചെടി കാണിച്ചു കൊടുക്ക്. ഇതാ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഇല്ലാത്ത പാർക്ക് ചെയ്തിട്ടുണ്ടാവല്ലേ. ബാ. അപ്പോൾ ഇന്നത്തെ ജേണി ഈച്ചുനെല്ലാവരും വ്ളോഗിൻ്റെ ഇടയിൽ കമൻസിൽ ഒരു കീപ് ട്രൈങ് വൈഫയോ എന്തെങ്കിലും കൊടുത്തളാ. ഈച്ചുനെല്ലാവരും വലിയ കയ്യടികൾ തന്നെ കൊടുക്കുക. കാരണം ഈച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കംഫർട്ടബിളായിട്ട് ഒരു ഗിയർ പോലും മാറി ചാടാതെ കിടിലനായിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും എല്ലായിടത്തുനിന്നും സെറ്റായിട്ടാണ് ഓടിച്ചത് വണ്ടി. അതായത് ഒരു ഹെവി ഡ്രൈവർ എങ്ങനെയാണ് ഒരു ബസ് ഓടിക്കുക, ഈച്ചുവിന് ഒരു എക്സ്പീരിയൻസും ഇല്ല കേട്ടോ. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇത്രയും സൂപ്പറായിട്ട് വണ്ടി ഓടിച്ച്. എങ്ങനെയാണ് ഈച്ചുവിൻ്റെ ഡ്രൈവിങ്? പറയാണ്ടോ, പൊളിച്ചു. ഓനെ സമ്മതിച്ചാണ് കേട്ടോ. നമ്മളൊക്കെ നല്ലോണം ഉറങ്ങിക്കണേ. നമ്മളാ മറ്റേ അല്ല സോങ്ങിൻ്റെ അതില്ലേ റീല് കുറേ ആൾക്കാർ വണ്ടിയിൽ ഇങ്ങനെ കയറിയാണ്ട് ആ ഒരു ഇതേനി. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ ഈച്ചു കയ്യിൽ ഡ്രൈവ് സീൻ ഡ്രൈവിംഗ്. എല്ലാവരും ഈച്ചുവിൻ്റെ ഡ്രൈവിങ്ങിന് ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. കിടിലൻ ഡ്രൈവിംഗ്. മാഷാല്ലാ അടിപൊളി ഡ്രൈവിംഗ് കേട്ടോ. അപ്പോൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങളെല്ലാവരും ജീവന് നമ്മളെ കയ്യിലാണ്. അത് തട്ടി തട്ടി നമ്മൾ വീട്ടിലെത്തിട്ടോ. ബ്ലാക്ക് വണ്ടികളുടെ കമനീയ ശേഖരമായി മാറിയിട്ടുണ്ട് വീട്. അച്ചുവിൻ്റെ കാറ് ഇതാ കിടക്കണ്, ഒരു കൊറോള. പിന്നെ KPൻ്റെ കാറ് സിൽവർ. KPൻ്റെ കാറ് ബ്ലാക്ക് അല്ല, സിൽവർ കാറ്. അതുപോലെ തന്നെ അപ്പുറത്തെ വണ്ടി ബ്ലാക്കാണ്, ഈ ലെഫ്റ്റത്തെ വണ്ടി ബ്ലാക്കാണ്. KPയെ നമുക്ക് കൊണ്ട് നാളെ കറുപ്പടിച്ചാലോ? മറ്റേ വണ്ടൂരത്തെ ഏട്ടൻ്റെ അടുത്ത് തന്നെ ബ്ലാക്ക് ആക്കിയാലോ? കേക്ക് ചാവട്ടെ. എന്താകുമ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ അൽഹംദുലില്ലാ സുഖസുന്ദരമായിട്ട് വീട്ടിലെത്തിട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ വീട്ടിലെത്തി. അഫീഫിൻ്റെ പുള്ളി ടൗസർ പോലെ മനോഹരമായിരുന്നു ഇന്നത്തെ നമ്മളൊരു ജേണി. സൂപ്പറായിട്ട് നമ്മൾ പോയി വന്നു. അഫീഫിൻ്റെ കളസം പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണി നമുക്ക് സമ്മാനിച്ചത് നമ്മളെ സ്വന്തം വണ്ടി. ഇതാ കാണുന്നു, കിഡില വണ്ടി. മാഷാല്ലാ, എനിക്ക് എടുത്തപ്പോഴേ അറിയാനു ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് എൻ്റെ വണ്ടി വൈകാതെ ആവശ്യം വരും എന്നുള്ളത്. സോ ഇതുപോലുള്ള യാത്രകൾക്ക് ഇപ്പം ഞങ്ങൾ 4 വണ്ടി പോകേണ്ട ആൾക്കാരാണ്. 3 മിനിമം അങ്ങോട്ട് ഉറങ്ങിക്കുന്നത് 2 ബാക്കിയോ. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇല്ലെങ്കിൽ ഞങ്ങൾ 3 വണ്ടിക്ക് പോകേണ്ട ആൾക്കാരാണ്. അതായത് 16-17 ആൾക്കാർ 3 വണ്ടിക്ക് പോകേണ്ട രീതിയിലാണ്
ഇപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് പോരാൻ പറ്റും കേട്ടോ. സോ ദാറ്റ്സ് വൈ വി ടുക്ക് അർബാനിയ. സോ എല്ലാവരും വർത്താനം പറയാൻ പറ്റും, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അതാണ് വർത്താനം പറഞ്ഞു പോവാം. ഒരു പാട്ടും അർബാനിയ ഇട്ടിട്ടില്ല. ഇന്നലെ ഉറക്കയില്ല എല്ലാവരും, ഉച്ച നേരത്തായോണ്ട് ഇന്ന് ഫുൾ ഡേ ക്ഷീണമല്ല. ഞങ്ങളിപ്പോൾ ഇന്നലെ ട്രാവൽ ചെയ്തോലാണ്, 2 പരിപാടി അറ്റൻഡ് ചെയ്തോലാണ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടും ഫുൾ എല്ലാവരും ജിൽ ജിൽ പോലെ നിൽക്കുന്നത്. ഓടിക്കാനും കേട്ടോ വലിയ ക്ഷീണമൊന്നുമില്ല. എല്ലാവരും പുട്ട് പോലെ നിൽക്കുന്നത്, എല്ലാവരും ഒരു ക്ഷീണമല്ല. ഫാത്തിമ തരണം ബീതാവോരെ. അപ്പം നമ്മളെ അയലോക്കത്തെ പെര കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ അയലോക്കക്കാരെ നമുക്ക് വന്നിട്ടുണ്ട്. അഫി കൂടിയിരിക്കലും പറ്റില്ലയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളില്ലാത്ത ദിവസങ്ങൾ? വളരെ ഏകാന്തകരം, വളരെ അനക്കോ അല്ല പത്ത എനിക്കത്തെ ഏകാന്തതല്ല. റിനാന് ആഘോഷകരമാക്കി ഒരു യാത്ര, അത് ഉറപ്പാണല്ലോ. വളരെ ആഘോഷകരമാക്കി. ഇവിടെ ആഘോഷകരമാക്കിക്കണെങ്കിൽ നമ്മളെ സ്റ്റെപ്പ് റെഡി മാറ്റും. അത് നമ്മളെ ഇതാ ഉസാറായിക്കണല്ലേ സ്റ്റെപ്പാണ്. ആശുപത്രി പോകണം. നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇല്ലത്തെ പട്ടിണി അല്ല, എന്താ അടുക്കളത്തെ എന്താ പറയില്ലേ, അങ്ങനത്തെ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലെന്താ ഇല്ലത്തെ പട്ടിണി അറിയണ്ടാന്നോ? പട്ടിക്ക് അറിയില്ലല്ലോ. അല്ല പട്ടിക്ക് അറിയില്ലല്ലോ. അല്ല എന്താ ചൊല്ല്? അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അവലേന്ന് മാഷാഅല്ലാഹ് നല്ല മലാറ്റിക്കും മറ്റേ സയാമിസ്റ്റിക്കും ഗുലാബ് ജാമുനും ബ്രെയിനും എല്ലാം തിന്നിട്ട് ഇന്ന് എനിക്ക് മനസ്സിലായി, യാത്രകൾക്ക് വേണ്ടിയല്ല, യാത്രകൾക്കിടയിലുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ലിയ നമ്മളെ കൂടെ കൂടുന്നത്. പലതരം, അതായത് എല്ലാരും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. എല്ലാരും കൊല്ലും, ഞാനും ചാവും. നശിച്ചവനാണ് സെൽവം, നശിപ്പിക്കും സെൽവം. അതെ, ഇതിങ്ങനെ കുറ്റി നിറഞ്ഞു പോകാന്നല്ലാതെ നമ്മൾ ഒച്ച മാറില്ല. അതിനൊരു പരിഹാരം ഹിന്ദി ഭാഷയിൽ ഒച്ച പോയിട്ട് കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുള്ള ശബ്ദം കൊണ്ട് ജീവിക്കണം. ഞാൻ പാട്ടോട് ജീവിക്കണതാണ്, ഇപ്പം ക്ലാസ് എടുത്ത് ജീവിക്കണം. ശബ്ദം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഈ വാങ്ങിയ വണ്ടിയിൽ ഒരു സൈഡിൽ ബാസിൽ ക്ലീൻ ആയിട്ടും ഒരു സൈഡിൽ ഞാൻ ഡ്രൈവറായിട്ടും കയറേണ്ടി വരും. എന്നാലും ജീവിതം ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഈ വെല്ലുവിളികൾ തരണം ചെയ്ത് ജീവിച്ചു പോകാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഒരു ചെറിയ പേടിയുണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ, കാരണം നമ്മൾ ശബ്ദം വെച്ച് ജീവിച്ചു പോകണം. പ്രാർത്ഥിക്കാം അള്ളാഹുവിലേക്ക് എല്ലാവരും പടച്ചോനെ കുറിച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. നമ്മളെല്ലാവരും ഒന്ന് കടന്നുറങ്ങട്ടെ. ബാക്കി എണീച്ചിട്ട് ഇന്ന് വൈകുന്നേരം അഫീഫിന്റെ എക്സാം വ്ളോഗ് ഇന്ന് വൈകുന്നേരം വരുന്നതാണ്. അഫീഫിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഓൾ ടൈം എന്റർടൈനർ അവാർഡ് നമുക്ക് ഇനി ഒരു കൊല്ലം കഴിയുമ്പോണ്ടല്ലോ വ്ളോഗ് അവാർഡ്സ് ഉണ്ടാവും. ഹനാൻസ് ഫാമിലി അവാർഡ്സ്, അതിൽ ക്യാഷ് പ്രൈസ് ഉണ്ടാവും, എല്ലാ പരിപാടികളും ഉണ്ടാവും. അത് വെക്കട്ടെ നമുക്ക്, നല്ല പരിപാടിയാണ്. അതായത് ഹനാൻസ് ഫാമിലി അവാർഡ്സ് നമ്മൾ കൊടുക്കുക ഒരു കൊല്ലാവസാനം. ഈ കൊല്ലാവസാനം ഉണ്ടാവും ഏറ്റവും സൂപ്പർ പെർഫോമറിന് സ്റ്റേജ് പെർഫോമൻസ് നശിച്ചവനാണ് സെൽവം. ഇനി മുതൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നശിപ്പിക്കും സെൽവം. ഇത് മനസ്സിലിച്ചിട്ടില്ല പണികള്. അപ്പൊ എന്തായാലും ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദാസടന്റെ മോന്റെ പേരെന്താ? അഭിനവ്. നോട്ടെ, അല്ല അതല്ലേ സാട്ടനെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കലിട്ടോ. എന്താ ഇതാക്കണേ 12 ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും നാളെ ഫീഫിന്റെ എന്താ പരീക്ഷ? നാളെ കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രി പരീക്ഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കണ്ട് നാളെ വൈകുന്നേരം അതൊക്കെ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.